നാടിൻ്റെ ജനകീയോത്സവമായ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. വിളംബര ഘോഷയാത്രയോടെയായിരുന്നു ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് തുടക്കമായത്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിന് സമീപത്തു നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയ്ക്ക് ശിങ്കാരിമേളവും മുത്തുക്കുടയും തെയ്യക്കോലങ്ങളും മാറ്റുകൂട്ടി. മണ്ഡലത്തിലെയും സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിരന്ന ഘോഷയാത്ര എഞ്ചിനീയറിംഗ് കോളേജിലെ ഫെസ്റ്റിവൽ വേദിയിൽ സമാപിച്ചു. തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ വികസന എക്സിബിഷനും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബശ്രീയുടെ ഇന്ത്യ ഫുഡ് കോർട്ടും വ്യത്യസ്തതരം വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രദർശനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യനും ഫുഡ് കോർട്ട് തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ PK സുബൈറും വിപണന സ്റ്റാൾ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CM കൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. പതിനെട്ട് 19 തീയതികളിൽ സംസ്ഥാനത്ത് 1200 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും ഇങ്ങോട്ടേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്കെല്ലാം പുതിയൊരു അനുഭവമായി ഈ ആന്തൂരിലെ ഈ തദ്ദേശ ദിനാഘോഷം മാറാൻ വേണ്ടി പോവുകയാണ്. ഈ നാട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഈ തദ്ദേശ ദിനാഘോഷം വിജയിപ്പിക്കാൻ വേറെ ദിവസമായി ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം കാണാൻ സാധിക്കും. ഒരു കുറവുകളുമില്ലാത്ത നിലയിൽ ഏറ്റവും ശക്തിയോടെ അച്ചടക്കത്തോടെ ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ V സതീദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ SP രമേശൻ, C ബാലകൃഷ്ണൻ, KV രാധാകൃഷ്ണൻ, PK ദിവാകരൻ, ആന്തൂർ മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ PK ശ്യാമള, P മുകുന്ദൻ, വിസ്മയ പാർക്ക് വൈസ് ചെയർമാൻ K സന്തോഷ്, KC ഹരികൃഷ്ണൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് C ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണവകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ സ്വാഗതവും ആന്തൂർ നഗരസഭാ സെക്രട്ടറി K മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ വിധു പ്രതാപിന്റെ മ്യൂസിക് മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.